ജീവനുള്ളവയിൽ ഏറ്റവും വലിയവൻ തിമിംഗലം, നീലത്തിമിംഗലം. ഞാനുള്ളത് കോഴിക്കോട് ചായം ഫിഷറീസ് സ്കൂളിലാണ്. ഇവിടെയുണ്ട് നീലത്തിമിംഗലത്തിൻ്റെ ഒരു വലിയ അസ്ഥികൂടം. വലുത് പറഞ്ഞാൽ നിങ്ങൾ കാണണം, കണ്ടു കഴിഞ്ഞാൽ കണ്ണു തള്ളിപ്പോ ഉഷാറാണ്. അപ്പോൾ ഒന്ന് കാണല്ലേ, ഒന്ന് വരും. അപ്പോൾ ഈ സ്കൂളിലേക്ക് വന്നാലേ സ്കൂളിലേക്ക് ഈ ഭാഗത്താണ് നമുക്ക് ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ ചാലിയം ഇവിടെ കടലിൽ വന്നല്ലേ സാറേ, ചാലിയം കടലിൽ അടിഞ്ഞു കൂടിയ തിമിംഗലത്തിൻ്റെ അസ്ഥികൂടമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ റഹീം സാർ ഇത് തുറക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു സ്കൂളിലെ റൂമിൽ ഒരു ചെറിയ മ്യൂസിയം പോലെ ചെയ്തിട്ടുണ്ട് ഇല്ല സാറേ? ഓക്കെ നമുക്ക് കാണാം. പറഞ്ഞുതരോ? 35 വർഷം മുമ്പ് കടൽ തീരത്തടിഞ്ഞ തിമിംഗലത്തിന്റെ തലയോട്ടിയില്ലേ? ഇത് നോക്കട്ടെ, ഇതാണ് തലയോട്ടിയില്ലേ? നിങ്ങൾ തലയോട്ടി കണ്ടോളൂ കേട്ടോ. തിമിംഗലത്തിന്റെ തലയോട്ടിയാണ്. ഓ, കണ്ണുകളുടെ ഭാഗമാണിത്. ഇത് കണ്ണിന്റെ ഭാഗം അല്ലേ? ഓ, ഇതാണ് തിമിംഗലത്തിന്റെ കണ്ണിന്റെ ഭാഗം, തലയോട്ടിയാണ്. ഇതിന്റെ നട്ടല് കേട്ടോ, നട്ടല്. ഇത് മൊത്തം നട്ടല്ല. ഇതിന്റെ വാരിയല്ല സാർ ഒന്ന് കാണിച്ചു, വാരിയലൊന്ന് കാണിച്ചേരി. തിമിംഗലത്തിന്റെ വാരിയലാണ് കേട്ടോ ഇത്. നമുക്ക് ഇങ്ങനെ എടുത്ത് ഇത്രയും തെളി കാണാൻ എവിടെ നിന്നും കഴിയില്ല. നട്ടല് സാർ, ഇതെന്താ സാധനം? ഇത് ആ നട്ടലിന്റെ ഭാഗമല്ല, വാരിയല് കാണിച്ച്. ഇത് തലയോട്ടിയില്ലേ? ഇതാണ് താടിയലാണ് ഭയങ്കര വലുപ്പം. എൻ്റെ അമ്മ, ഓ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ സംരക്ഷിച്ച് വന്നിരുന്നു. അതിന്റെ മഴയും വെയിലേറ്റ് ഇങ്ങനെ കടൽ തീരത്ത് കിടക്കുമ്പോൾ ഞങ്ങൾ സ്കൂളുകാരും പോയി സമീപിച്ചാണല്ലേ? ഞങ്ങൾ പോയിട്ട് സമീപിച്ചു. അവരോട് പറഞ്ഞു നമുക്ക് സുരക്ഷിതമായ സ്ഥലത്ത് വെച്ചാൽ നല്ലത്, അത് സംരക്ഷിക്കാം. അവര് സമ്മതിക്കുകയും അങ്ങനെ അവരുടെ സമ്മതത്തോടുകൂടി അവരെ സഹായത്തോടെ തന്നെയാണ് ഇതിവിടെ കൊണ്ടുവച്ചത്. അപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വലിയൊരു സഹായത്തോടെയാണ് ഇത് ഇവിടെ ഇത് വെച്ചത്. അത് മാത്രമല്ല, ഇത് വെറുതെ അവിടെ കിടക്കാനായിട്ട് നല്ല നമ്മൾ സംരക്ഷിക്കാം അല്ലേ? ഒരു റൂമിൽ വെച്ചാൽ സംരക്ഷിക്കാം. പിന്നെ ഇങ്ങനെ ചെറിയ കടൽ തീരത്ത് എടുത്തുള്ള കടൽ ചെടികള്, കടൽ നാക്കുകള്, ശംഖുകള്, കപ്പകള് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഇതില് വേറെ ഫോസിലുകൾ ഉണ്ട് പറഞ്ഞ ഒരു പ്രത്യേക ഫോസിലുകൾ. ഇതാണ് സാർ? ഇത് പിന്നെ മത്സ്യങ്ങളാണ്. പിന്നെ മത്സ്യങ്ങളുടെ പ്രത്യേകത, ഒരു മത്സ്യം അതായത് പിന്നെ ആൺവർഗത്തിൽ പ്രസവിക്കപ്പെടുന്ന ജീവിയുണ്ട്. സാധാരണ എല്ലാവരും സ്ത്രീകളാണ്. പക്ഷെ ആൺവർഗത്തിൽ പ്രസവിക്കപ്പെടുന്ന ഒരു ജീവിയാണ് കടൽ കുതിര. സാർ കാണിച്ചു തരോ? കടൽ കുതിര. കടൽ കുതിര ആൺവർഗത്തിൽ പ്രസവിക്കപ്പെടുന്ന ജീവിയാണ്. ആൺവർഗത്തിൽ പ്രസവിക്കപ്പെടുന്ന ജീവിയാണ്. നല്ലൊരു അറിവാണല്ലേ? ഓ, മറ്റുള്ളവർക്ക് ഇവിടെ ഫിലോയിൽ വെച്ചിട്ട് അതില് വെച്ചതാണ്. കുറച്ച് മറ്റേ ചെമ്മീൻ ഇതല്ലേ? ചെമ്മീനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞണ്ട് ഉണ്ട്. ഓക്കെ.